ചിക്കൻ മസാല വെച്ച് 2 റെസിപ്പിയാണ് കാണിക്കുന്നത്. പോളയും നൂഡിൽസും. എനിക്കിപ്പം വലിയ പാക്ക് നൂഡിൽസാണ് കിട്ടിയിട്ടുള്ളത്. അതിൽ നിന്ന് 1.5 പീസ് എടുത്ത് വെള്ളം വെച്ച് അതിലേക്ക് നൂഡിൽസ് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ഊറ്റി വെച്ചിട്ടുണ്ട്. 2 ഉള്ളി, 3 ക്യാരറ്റ്, 1.5 മുറി ക്യാപ്സിക്കം, 6 പച്ചമുളക് ഇതൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം 4 പേർക്ക് കഴിക്കാനുള്ള നൂഡിൽസാണ് ഞാൻ റെഡിയാക്കുന്നത്. 3/4 കിലോ ചിക്കൻ എടുത്ത് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി അതിലേക്ക് വലിയ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു പകുതി ലെമൺ ജ്യൂസ് ഒഴിച്ച് വെള്ളമൊഴിക്കാണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ എണ്ണയിലിട്ട് ഹാഫ് വേവാകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് ഈ കട്ട് ചെയ്ത വെജിറ്റബിളെല്ലാം അതിൽ തട്ടിക്കൊടുക്കണം. ക്യാരറ്റ്, ക്യാപ്സിക്കം, ഉള്ളി, പച്ചമുളക്. എനിക്കിപ്പോൾ പാത്രം മാറ്റേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അതായത് അടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉപ്പും ഇട്ട് കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് മിക്സ് ചെയ്ത് കുറച്ച് മസാല എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് പോളക്കുള്ളത്. ശേഷം ബാക്കി വന്ന മസാല സൈഡിലേക്ക് മാറ്റി കൊടുത്ത് അതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലവറും ആവശ്യത്തിന് പാലും ഒഴിച്ച് മിക്സ് ചെയ്യുക. കുറച്ച് ഗ്രേവിൻ്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ സോസും 2 പീസ് ചീസും കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കും. വേവിച്ച് വെച്ച നൂഡിൽസ് അതിൻ്റെ മേലെ തട്ടിക്കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്താൽ സ്വാദിഷ്ടമായ ഇനി പോള ഉണ്ടാക്കുക. ഒരു മിക്സിൻ്റെ ജാറെടുത്ത് അതിൽ 1 ഗ്ലാസ് മൈദപ്പൊടി, 2 മുട്ട, 1 ഗ്ലാസ് പാല്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ഗ്ലാസ് ഓയിൽ ഇതെല്ലാം മിക്സിയിൽ അടിച്ചെടുത്ത് ഒരു പാത്രം വെച്ച് അതിൽ ഓയിൽ തടവി അതിൽ പകുതി മുട്ടൻ്റെ കൂട്ടൊഴിച്ച് 5 മിനിറ്റ് വേവിച്ചെടുക്കുക. ശേഷം ചിക്കൻ മസാല അതിൻ്റെ മുകളിൽ വെച്ച് ബാക്കി വരുന്ന മുട്ടൻ്റെ മിശ്രിതം കൂടി പാർന്നെടുക്കുക. ഒറ്റ മസാലയിൽ 2 ഐറ്റം